ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കിവിടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു എഗ് നൂഡിൽസ് ചെയ്യാം. എഗ് നൂഡിൽസ് ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമുക്ക് നൂഡിൽസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ വെജിറ്റബിൾ നൂഡിൽസ് ചെയ്തപ്പോൾ നൂഡിൽസിൻ്റെ എങ്ങനെയാണ് നൂഡിൽസ് റെഡിയാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടതിന് ശേഷം ഇത് കാണുക. അപ്പോൾ ഞാൻ എഗ് നൂഡിൽസ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മുട്ടയെല്ലാം നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 6 മുട്ട ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. 6 മുട്ട പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ കുരുമുളക് പൊടി, ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യാനുസരണം ഇടാം. അപ്പോൾ അതുപോലെ ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വറുത്തെടുക്കണം. പാൻ നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരണം. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം നമുക്ക് ഈ മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി നല്ലതുപോലെ വറുത്തെടുക്കണം. നല്ലപോലെ ഇളക്കി വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ പൊടിഞ്ഞ് കിടക്കണമല്ലോ. ഒത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് വേണ്ട, ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കതുപോലെ പൊടിച്ച് എടുക്കണം. ഇതുപോലെ നമുക്ക് മുട്ട മുഴുവൻ വറുത്തെടുക്കണം. ഇനി നമുക്കതിലേക്ക് ആവശ്യമായ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ക്യാബേജ്, സവോള, ക്യാപ്സിക്കം, ക്യാരറ്റ്, സോയ സോസ്, ടൊമാറ്റോ സോസ്, കുരുമുളക് പൊടി, ഇത്രയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ഇനി വേറൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്ത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിതിനു വേണ്ടി ഒഴിച്ചിട്ടുള്ളത്. ഇനി ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും രണ്ടും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുത്തതാണ്. അതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെയാണ് നമ്മളതിട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ സമയം ഇളക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമ്മളത് ഇളക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു സവോള അരിഞ്ഞു വെച്ച്, നീളത്തിൽ അരിഞ്ഞു വെച്ച സവോളയാണ്. നീളത്തിൽ അരിഞ്ഞു വെച്ച സവോള ഒരെണ്ണം ഇട്ട് കൊടുത്തു. അതൊന്ന് ഇളക്കി കൊടുക്കുക. വഴറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. സവാള ഒരുവിധം വാട്ടിയെടുക്കണം. വാട്ടിയെടുത്താൽ മതി, അത് ഒരുപാടങ്ങ് ഇതായി പോകരുത്, വറന്നു പോകരുത്. അപ്പോൾ സവാളയും ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പം നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഞാനത്. അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് ഞാൻ അല്പം നീളത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വെജിറ്റബിളൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇടുക. കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഗ്രീൻ ബീൻസും ഒക്കെ നമുക്ക് പച്ച ബീൻസും എല്ലാം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് ഇനി ക്യാപ്സിക്കം കൂടി, അത്രയും ഞാൻ വെജിറ്റബിൾ ഇടണോളൂ, ഈ ക്യാപ്സിക്കം കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നല്ല ഹീറ്റിൽ ചെയ്യാൻ നോക്കണം. വെജിറ്റബിൾസ് അധികം വെന്ത് കുഴഞ്ഞു പോകരുത്. അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തീ കുറഞ്ഞ ഫ്ലെയിമിൽ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിങ്ങനെ കുഴഞ്ഞു വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്യുക. ഒത്തിരി വെന്ത് പോകരുത്, പയ്യെ ഒന്ന് അങ്ങ് വാടിയാൽ മതി. ഒന്ന് കുറച്ച് ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഞാനിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഡിഷ് എടുത്ത് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ സോയ സോസ് കൂടി ഞാനതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുക. മുട്ടയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നൂഡിൽസ് വേവിച്ച് വെള്ളത്തിൽ നല്ലതുപോലെ വേവിച്ച് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പും അല്പം നെയ്യ് കൂടി ഇട്ടാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 3/4 വേവാവുന്ന വരെ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് കൂടി ഇട്ട് കൊടുത്തു. നൂഡിൽസ് വേവിക്കുന്നത് കാണുന്നത് നിങ്ങൾ മറ്റേ വെജിറ്റബിൾ നൂഡിൽസ് ചെയ്തപ്പോൾ ഞാൻ എല്ലാം വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കാണുക. അതുപോലെ തന്നെ ഇത് വേവിച്ചെടുക്കുക. നൂഡിൽസ് വേവിക്കുന്നത് എപ്പോഴും എല്ലാം ഒരുപോലെ തന്നെയാണ്. ഇതിലേക്കായിട്ട് ഞാൻ ഹക്ക നൂഡിൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നൂഡിൽസ് വേവിക്കുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബട്ടർ ഇട്ടോ അല്ലെങ്കിൽ ഓയിലിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. അത് ഒന്ന് ഒട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അന്നേരം തന്നെ നമ്മൾ നൂഡിൽസിൽ ഉപ്പൊക്കെ ഇട്ടാണ് വേവിക്കുന്നത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ നൂഡിൽസ് റെഡിയായി കഴിഞ്ഞു. ഇത് ഞാൻ വേറൊരു സെർവിങ് ബൗളിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഡെക്കറേഷനും ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ നൂഡിൽസ് റെഡിയാക്കി എടുക്കാം. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം.